കല്ലാക്കൂടെയോനെ എല്ലാവർക്കും കൊണ്ടോനെ എന്റെ ജല്ലാതനായ തമ്പൂരാനെ ഒന്നാത്തോടാണുള്ള എന്റെ കൂതിറത്ത് വല്ലായ്മീ ലോകത്ത് എന്റെ കൊയ്ത്ത്. ശരിക്കും ഇപ്പോൾ നമ്മൾ ബ്രൈറ്റിലെത്തുമ്പോൾ ഒരു മെയിൻ അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളായിരുന്നു ഇവിടെ. അതായത് കഴിഞ്ഞ മാസം വരെ നല്ല കളർഫുള്ളായിട്ട് ഉണ്ടായിരുന്ന മരമായിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ കാരണം ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം ജസ്റ്റ് സീസൺ ഇതിൻ്റെ കഴിഞ്ഞു. രണ്ട് റോഡിൻ്റെ ഇരു സൈഡുകളിലുമായിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് ഇതിങ്ങനെ. ഇപ്പം ഇതിങ്ങനെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പല ഭാഗത്തും കുറച്ച് കളറിലുണ്ട്, എന്നിരുന്നാലും 99% ഉണങ്ങി. ഇപ്പോൾ നമ്മൾ ഉള്ളത് ബ്രൈറ്റിലൊരു മ്യൂസിയമാണ്. ഒരു ഹിസ്റ്റോറിക് റെയിൽവേ സ്റ്റേഷൻ, ബ്രൈറ്റ് മ്യൂസിയം. പഴയ ട്രെയിനുകൾ ഇവിടെ എന്താ പറയുക ഒരു മ്യൂസിയം ഉണ്ട്. ഇതിലിപ്പോൾ ഓപ്പൺ സൺഡേയ്സ് 2 to 4 PM. ഇപ്പോൾ സമയം 2:25. തുറന്നിക്കണം നോക്കാം. ബ്രൈറ്റ് ഡിസ്ട്രിക്ട് ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി മ്യൂസിയം ബി ക്ലോസ് ഡ്യൂ ടു ഓൺഗോയിങ് COVID-19 സിറ്റുവേഷൻ അണ്ടിൽ ഫർദർ നോട്ടീസ്. ഇതിപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് അവരിത് അടച്ചിട്ടേക്കണം. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ പുറത്തുനിന്ന് എന്താ പറയുക ഗേറ്റ് വഴി നമുക്ക് കാണാം. എടാ ഈ ക്യാമറകളെ ചുരുക്കാണ് ഇതൊക്കെ കേട്ടോ. ഞാൻ വരെ പെരുങ്കളർ തിളങ്ങണിങ്ങനെ അപ്പോൾ ഇപ്പം നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ട് ഇന്ന് രാത്രി നമ്മൾ താമസിക്കാനുള്ള വീടാണിത്. മൗണ്ടൻ വ്യൂ ഹോളിഡേ റിട്രീറ്റ്. ഇതിനകത്ത് അക്കോമഡേഷൻ വരെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ളതാണ്. നമ്മൾ ഏകദേശം ഒരു 26 ആൾക്കാരുള്ളൂ, കുട്ടികളടക്കം.
ഹിലാൽ വണ്ടിയിട്ട് വന്നു. ഇതാണ് റിസപ്ഷൻ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ജസ്റ്റ് എൻ്റർ ചെയ്യാണ്. ഇതാണ് നമുക്ക് താമസിക്കാനുള്ള വീടെല്ലാവർക്കും. നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. കുട്ടികളടക്കെ അയ്യോ, ഇന്ന് എന്താ പറയുക, ഫാമിലീസ് എല്ലാവരും, ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ, ഞങ്ങൾ ഫ്രണ്ട്സ് എൻജോയ് ചെയ്യും. നമുക്ക് റൂമിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ തരാണ്. ബങ്ക് ബെഡ് അടിപൊളി, നല്ല അടിപൊളി ബാക്ക് യാർഡ് ഉണ്ട്. ബാക്ക് കണ്ടില്ല. ഇവിടെയൊക്കെ വേറെ ഒരുപാട് എന്താ പറയുക വീടുകളുണ്ട്. വീട് മീൻസ് റിസോർട്ട് മാതിരിക്കാണ്, പക്ഷേ എന്താ പറയുക പഴയ മരം കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളാണ്. കുട്ടികൾക്ക് ജമ്പിങ് ഗ്യാസിൽ. ഇതാണ് നമ്മളെ എല്ലാവർക്കും ഇരിക്കാനുള്ള ലോഞ്ച് റൂം. ലോഞ്ച് റൂമിൽ നമുക്ക് TV, സോഫ ഉണ്ട്, അതുപോലെ തന്നെ ഫയറുണ്ട്. ഡൈനിങ്, പിന്നെ ഒരു കിച്ചൺ ഇതിനകത്തുണ്ട്. Where is the smoking area? Well, anywhere. You can smoke anywhere, but the only thing I was worried about out here. പിന്നെ രാത്രി ബാർബിക്യൂ മെഷീനുണ്ട്, കുക്കി. അങ്ങനെ റൂം സെറ്റായി. റൂമിൻ്റെ പേപ്പർ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റൂമിലെത്തിയിട്ട് ചായ ഉണ്ടാക്കണം. Hello. അഷ്റഫ് ഖാന്റെ ചായനെ കുറിച്ച് പറയുമ്പോൾ എന്താ അഷ്റഫ് ഖാന്റെ ചായനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, അഷ്റഫ് ഖാന്റെ എന്ത് ഭക്ഷണത്തെ കുറിച്ച് അഷ്റഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ആർക്കും ആ റെസിപ്പി ചെയ്യാൻ കഴിയൂല. കാരണം എന്താ വെച്ചാല് അഷ്റഫ് ഖാൻ ഇൻഗ്രീഡിയൻസിന്റെ ഒപ്പം ഹൃദയത്തിൽ നിന്ന് എന്താ പറയാ സ്നേഹം തുളുമ്പുന്ന ഒരു ഹൃദയം കൂടി ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു മധുരം മറ്റൊരു തലത്തിലേക്ക് അത് നീങ്ങും. അതാണ് നമുക്ക് റെസിപ്പി ഒരിക്കലും കോപ്പി ചെയ്യാൻ പറ്റില്ല. ആ സ്നേഹം അതിലുണ്ട് അല്ലെ. കാരണം എന്താ വെച്ചാല് ഞാന് കുടുംബസമേതവും അല്ലാതെ അഷ്റഫ് ഖാൻ സ്വന്തമായിട്ട് ഹോട്ടൽ ബിസിനസ് നടത്തുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ അഷ്റഫ് ഖാന്റെ സ്നേഹത്തോടുള്ള ഒരു ചായ ഉണ്ട് അവിടെ, ഫ്രീ ചായ അവിടെ വിൽക്കുന്നത്. അതിന്റെ ആ ഒരു ടേസ്റ്റ് അല്ല സത്യം. അത് ഞാൻ അഷ്റഫ് ഖാനോട് വണ്ടിന്ന് പറഞ്ഞു, നിങ്ങൾ ആ ചായ ആ ഷോപ്പിൽ ഉണ്ടായിരുന്ന ചായ നമുക്കൊന്ന് കുടിക്കാം. അതാണ് അഷ്റഫ് ഖാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞങ്ങള് ഇപ്രാവശ്യത്തെ ഈ ചായ കൊടുത്തില്ല, ചായ റെഡി. ഈ അടുത്ത കാലം ചായ ഞാൻ കുടിച്ചിട്ടില്ല സത്യം. കുറച്ച് പറയില്ല വലിയ ഈ ചായനെ കുറിച്ചാണ് പറയുന്നത്. ഈ ചായ എന്ന് പറഞ്ഞാൽ വേറൊരു ചായ അല്ല സുഹൃത്തുക്കളെ. ഈ ചായയില് ഒരുപാട് ജീവിതാനുഭവമുള്ള ഒരു പാവം മരിക്കുന്നവരുടെ ഹൃദയമുണ്ട്, കൽബുണ്ട്. അതാണ് അതിന്റെ ഒരു സൗന്ദര്യം ചായക്ക്. റൂമിലെത്തി, കുളിച്ചു, ഫ്രഷായി. ഇനി രാത്രി ഫുഡും ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരുപാട് ദിവസത്തിന് ശേഷമുള്ള ചർച്ചകളും. ഇത് നമ്മുടെ റിയാസ് ആണ്. റിയാസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെയുണ്ടായിരുന്നു ബ്രൈറ്റ്? കുഴപ്പമില്ല, നമ്മളിങ്ങനെ യാത്രയുള്ളൂ. ബ്രൈറ്റ് കണ്ടത് കുറവാണ്. യാത്ര ഇങ്ങനെ വഴിയിൽ കണ്ടിട്ടില്ല. പിന്നെ നമ്മള് ഒരു സ്ഥലത്ത് ഇറങ്ങി ഇതായിട്ടേ ഉള്ളൂ. അല്ല, നമ്മള് ബ്രൈറ്റിലാണ് നമ്മള് യാത്രന്റെ എൻജോയ് ചെയ്യുന്നത്. നാളത്തെ പ്ലാൻ എന്തൊക്കെയാണ്? നാളത്തെ പ്ലാൻ ഞങ്ങളും കൂടുതൽ അറിയണം. പറയൂ, എന്തൊക്കെയാണ് നാളത്തെ പ്ലാൻ? ഇൻഷാ അല്ലാഹ് രാവിലെ കുറച്ച് വൈകി നീക്കണം. പിന്നെന്താ നീട്ടിട്ട് നമ്മള് നാളെ പിന്നെ ഇതിന്റെ മുകളിൽ വിഷ്ണുവിന്റെ മുകളിൽ കയറിയിട്ട് രാത്രി ഡിന്നർ പ്ലാന്? ഡിന്നർ നാട്ടിലെത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ്
ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ എഗ് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഇലിയാസേ ഇലിയാസ് കൂടെ പഠിക്കുന്ന പെണ്ണാണ്. ഇലിയാസ് ഓക്കെ എങ്ങനെയുണ്ട് അടിപൊളി, സൂപ്പർ, ഫാന്റാസ്റ്റിക്, ഫാന്റാസ്റ്റിക്, ജംബാസ്റ്റിക്. ഇന്നത്തെ ഡിന്നർ എന്താണ് ഡിന്നർ ഡിന്നറിന് ബാർബിക്കോ, പിന്നെ അണ്ടിയുടെ നമ്മളെ മെഷീൻ മക്കളും അല്ല അത് നോക്കിയിട്ട് മസാലക്ക് വെച്ചിട്ട് നാളത്തെ പ്ലാൻ എന്തൊക്കെയാണ് നാളെ നമുക്ക് മോൺപിള്ളർ ഇൻഷാല്ലാ. അതെ, മോൺപിള്ളറല്ല. ഇലിയാസ് അലി അല്ല അലി പറയൂ പറയൂ. What I have to say is, we are going to have a good time here. എന്താടാ We're going to have some fun at Snow Mountains tomorrow at Mount Patham. അല്ല മാനോ, How is Bright? നമ്മളിങ്ങനെ ഇരിക്കും ചെയ്യും. It was amazing, amazing. വൈകും ആ വീട്ടിൽ നടക്കും. അസ്രഫോ എങ്ങനെയുണ്ടായത് ബ്രൈറ്റ്? Very good. How was your trip? Very good experience. Yeah. What is your plan for tomorrow? We'll go tomorrow. Mount Patham? Yeah, Mountain. Yeah. Enjoy? Really, very enjoyable. എങ്ങനെയുണ്ടായിരുന്നു? Super, mate. Super. What is going to have for your dinner today? Nothing. What about tomorrow? Tomorrow, what's going to have, Ali? Ali? Who is going to make biryani for tomorrow? Ali or Ashraf? Ashraf. Maulavi, Manu, how is Bright? Yeah, good, mate, good. Good. What is your plan for tomorrow? അപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കിട്ടൂല. ക്യാമറ സ്കിൽസ്. You are the trip producer. Tell me, what's your plan? Arfatar Mariso. Yeah, tell me, what's your plan for tomorrow? എന്തിനാ നീ എടുത്തത്? Tell me for. നാളെ കൊണ്ടാ പോകുന്നത്. Yes. Emilio, how is the trip? Trip is nice. You did like it? ബ്യൂട്ടിഫുൾ മാൻ, ബ്യൂട്ടിഫുൾ, അടിപൊളിയായിട്ട് ഒരുപാട് കാലത്തിന് ശേഷം പ്രവാസ ലോകത്ത് ഒരുപാടുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കൊപ്പം ഒരു അടിപൊളി ട്രിപ്പ്, അടിപൊളി ഓറഞ്ച് അയച്ചുകൊണ്ടിരിക്കണം. ഇല്ല, നമുക്കിത് എത്ര സമയം എടുക്കും കുക്കാവാനൊക്കെ? ഇത് നമുക്കിപ്പോ ഓൾറെഡി നമ്മൾ നിസ്കാരത്തിന്റെ മുമ്പ് നമ്മളിപ്പോ ഇത് ഓൺ ചെയ്തിട്ടു. ഏകദേശം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് പിന്നെ ഇത് ചൂടാക്കണം. നമ്മൾ 20 മിനിറ്റ്സ് ഓൾറെഡി ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല ഹോട്ടാണ് ഇപ്പോ. അപ്പൊ നമ്മളിത് ഓൾറെഡി ഇത് മുമ്പ് ഉപയോഗിച്ച ആൾ ഇത് ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അവർ ചിലപ്പോൾ ബേക്കണും മറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നെയ്യോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് തുടച്ചുകാണ്ട് നമ്മള് ഇതൊരു 10 മിനിറ്റ് കൊണ്ട് സാധനം റെഡിയാവും. കാരണം ഇത് നല്ല ഹോട്ടാണ് മെഷീന്. വലിയ മെഷീനാണ് അല്ലേ? അത് വലിയ മെഷീനാണ്. ഇത് നല്ല ഹോട്ടായിട്ട് ഈ ഫ്ലാറ്റും ചാർ ഗ്രില്ലും രണ്ടും ഉള്ളത് ടൈപ്പാണ്. ഇത് ഹിലാലിന്റെ ഒരു പ്രത്യേക തരം മാരിനേഷൻ ആണ്. അവൻ സീക്രട്ട് ആണ്, അവൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. അതൊരു ഹോംലി മാരിനേഷൻ ആണ് പറയാം ഞാൻ വെച്ചാലും ഇല്ലാലെ ഹോട്ട് പ്ലേറ്റ് മറ്റേ ഇങ്ങനെ തിരിച്ചാളിച്ചേറ്റൊക്കെ ഒട്ടിപ്പിടിച്ചു ഇവിടെ സ്പ്രേ ആയിട്ടില്ല ഹോട്ട് പ്ലേറ്റ് തുടങ്ങിയ ഞങ്ങളൊക്കെ
ഫേമസ് കേക്ക് മേക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. സാൾട്ട് ബേ എന്ന് അയാളുടെ പേര്. സാൾട്ട് ബേ എന്ന് അയാൾ വിളിക്കാം. വീട്ടിൽ മൊത്തം അയാൾക്ക് റെസ്റ്റോറന്റ് ഉണ്ട്. റെസ്റ്റോറന്റ് കൊണ്ട് കോടീശ്വരൻ അയാളാണ്. ഇതിനൊന്ന് പൊട്ട് മിക്സ് ചെയ്തില്ല. നല്ല അടുപ്പാണല്ലേ അല്ലേ? അതിനല്ലേ അത് ഞാൻ ചൂടില്ല മാനു അടിയിട്ട് ആ ചൂട് മേലക്കേറോടുകൂടി ചിക്കനോ എന്താ സീ ഫുഡ് റിസോർട്ടോ. നല്ല ചൂട്. അടിപൊളി ഇല്ല ആ. അടിപൊളി മസാല സൂപ്പർ. എന്താ നമ്മൾ അടുത്ത പരിപാടി? Yeah, chopping onion, man. എന്താ ഇത് നാളെക്കുള്ളതാണോ? No, for the salad and some for tomorrow. ഓക്കെ ഓക്കെ. നാളെ രാവിലെ നാളത്തേക്കുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകണല്ലേ? കോവിഡ് കാരണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് Tomorrow make it. നമ്മൾ എന്തൊക്കെയാണ് നാളെ ഫുഡ് മെനു എന്താ? Tomorrow the breakfast. Yeah, mutros with paratha and lunch. I think chicken curry with ghee rice.